I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ. Look man, I am not an Albanan. I am പവനായി. പവനായി? ചിലരൊക്കെ എന്നെ പവനായി എന്ന് വിളിക്കും, മറ്റു ചിലർ അരിങ്ങോടർ എന്നും വിളിക്കും. പക്ഷേ ഞാൻ ക്യാപ്റ്റൻ എന്നാണ് എന്നെ വിളിക്കാറ്. ക്യാപ്റ്റൻ എന്താ ഈ വേഷത്തിലൂടെ? പുറത്ത് നല്ല ചൂടുണ്ട്, അതുകൊണ്ടിട്ടതാ. പിന്നെ വേദിക വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്നിലെത്തിയതായി TV-യിൽ കണ്ടിരുന്നു. പിന്നീട് ഒരു വിവരവുമില്ല. പോലീസ് വരുന്നത് പ്രതീക്ഷിച്ച് ഞാൻ 2 ആഴ്ചയായി വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. നിരപരാധിയായ എന്നെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്തുകൂടെ ഇൻസ്പെക്ടർ? നിരപരാധിയായ ക്യാപ്റ്റനെ പോലീസ് എന്തിന് അറസ്റ്റ് ചെയ്യണം? എനിക്കിപ്പോൾ ഒരു പബ്ലിസിറ്റി ആവശ്യമാണ്. ഞാൻ മരിച്ചിട്ടില്ല എന്ന് കുറച്ച് സിനിമാക്കാരെങ്കിലും അറിഞ്ഞോട്ടെ. താങ്കൾക്ക് ഈ ആരോഗ്യം വെച്ച് ഒരാളെ റേപ്പ് ചെയ്യാനും കൊല്ലാനും കഴിയില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ലേ? അതൊരു ഡ്യൂപ്പിനെ വെച്ച് ഇതാണെങ്കിലോ? അവസാനം ക്യാപ്റ്റൻ പ്രതിയാകുമേ? അതിന് ഞാൻ നിരപരാധിയല്ലേ? ക്യാപ്റ്റൻ പ്ലീസ്. ഓക്കെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കും. എന്നെ നിരാശപ്പെടുത്തരുത്. സമയം കളയാതെ ക്യാപ്റ്റൻ ചെന്നാട്ടെ. രാമചന്ദ്രൻ. അങ്കമാൽ രാമേന്ദ്രൻ. സിനിമാ നടനാണല്ലേ? മാഡം സിനിമയെ കാണാറുണ്ടല്ലേ? എന്റെ ഏത് സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സർവീസിലുണ്ടായിരുന്നപ്പോ അഭിനയായിരുന്നല്ലേ പ്രധാന പണി. ഡിപ്പാർട്ട്മെന്റിൽ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടോ? അയ്യോ അങ്ങനൊന്നുമില്ല മാഡം, ലീവ് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ അഭിനയം. ഇനിയിപ്പോ ഫുൾ ടൈം ആവാലോ, സസ്പെൻഷനിലായില്ലേ? എന്ത് സസ്പെൻഷൻ മാഡം, ജനത്തിന്റെ കണ്ണി പൊടിയിടാൻ എന്നെ ബലിയാടാക്കി, അത്രേ ഉള്ളൂ. അന്ന് എന്താണ് സംഭവിച്ചത് രാമേന്ദ്ര? ഓ ഞാൻ അഭിനയിച്ച് കാണിക്കാം മാഡം. നമ്മുടെ അഭിനയിച്ച് കാണിക്കാൻ ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ല. സോറി മാഡം. ഇഡിയറ്റ്. കഴിച്ചോ? കുറച്ച് വെള്ളം വേണമായിരുന്നു. തൂങ്ങിച്ചാകാൻ മാത്രം നീളം ഉണ്ടായിരുന്നോ കയ്യെ കെട്ടിയ കയറിന്? ഓ അത്രയും നീളം ഉണ്ടായിരുന്നു മാഡം. താനാണ് ആദ്യം ബോഡി തിരിച്ചറിഞ്ഞത് അല്ലേ? പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു എനിക്കേ ബോറടിച്ചു. ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കൊതി തീരും വരെ നിങ്ങൾക്ക് എനിക്കല്ലായിരുന്നു. റാസ്കൽ, ചോദിച്ചതിന് മാത്രം മറുപടി പറയടാ. ഞാനാണ് സാർ തിരിച്ചറിഞ്ഞത്. നീയാണല്ലേ ബോഡി ആദ്യം കണ്ടത്? എന്റെ പൊന്നു സാറന്മാരെ, ഞാൻ ആ ക്യാൻറ്റീനിലെ പണിക്കാരൻ മാത്രമാണ്. എല്ലാത്തിനും കാരണം എന്റെ മുതലാളിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ തലയിൽ കൂടി ട്രെയിൻ ഇടിച്ച് കയറിയാലും പുള്ളിക്കാരൻ മാറുന്നത് ജ്യൂസ് കുടിക്കുക. അതാ പ്രകൃതം. ഇത്ര പെട്ടെന്ന് വന്നാ? ഈ റെജിയെ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു എല്ലാ സത്യങ്ങളും തനിക്കറിയാമെന്ന്. നീ അങ്ങോട്ട് വോട്ടറ പന്നി. എന്താണ് നിനക്കറിയാവുന്ന സത്യങ്ങൾ? നുണയാണ് സാർ, ഇവൻ പറഞ്ഞ മൊത്തം നുണയാണ്. എങ്കിൽ താൻ സത്യം പറ.